പഹൽഗാം ഭീകരാക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ കേന്ദ്ര മന്ത്രിസഭയുടെ രാഷ്ട്രീയ കാര്യങ്ങൾക്കുള്ള സമിതി യോഗം തുടങ്ങി. പ്രധാനമന്ത്രിയുടെ അധ്യക്ഷതയിലാണ് യോഗം. സുരക്ഷാ കാര്യങ്ങൾക്കുള്ള യോഗത്തിന് ശേഷമാണ് യോഗത്തിന് ശേഷമാണ് യോഗം തുടങ്ങിയത്. വിവരങ്ങളുമായി ആന്റണി ജോർജ് ഉണ്ട്. ആന്റണി, വിവരങ്ങൾ. തീർച്ചയായും ഇന്ന് നിർണായകമായ യോഗങ്ങൾക്കാണ് ഡൽഹി സാക്ഷ്യം വഹിക്കുന്നത്. പഹൽഗാം ഭീകരാക്രമണത്തിന് പിന്നാലെ ആദ്യമായി നടന്നത് കേന്ദ്ര മന്ത്രിസഭയുടെ സുരക്ഷാ കാര്യങ്ങൾക്കുള്ള യോഗമാണ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി, അതുപോലെ തന്നെ കേന്ദ്ര പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ്, ആഭ്യന്തരമന്ത്രി അമിത്ഷാ, കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമൻ അടക്കമുള്ളവരാണ് ഈ യോഗത്തിൽ പങ്കെടുക്കുന്നത്. ആദ്യം ഈ സുരക്ഷാ കാര്യങ്ങൾക്കുള്ള യോഗത്തിന് ശേഷം രാഷ്ട്രീയകാര്യ സമിതി യോഗവും ഇപ്പോൾ നടക്കുകയാണ്. ഏതായാലും ഈ യോഗങ്ങളുടെയൊക്കെ പ്രധാനപ്പെട്ട ഒരു അജണ്ട എന്ന് പറയുന്നത് പഹൽഗാം ഭീകരാക്രമണത്തിന് ശേഷമുണ്ടായ സ്ഥിതിവിശേഷങ്ങൾ തന്നെയാണ്. നമുക്കറിയാം, കഴിഞ്ഞ സുരക്ഷാ സമിതി യോഗത്തിലാണ് പാകിസ്ഥാനുമായുള്ള നയതന്ത്ര ബന്ധങ്ങൾ അവസാനിപ്പിക്കാനായുള്ള തീരുമാനത്തിലേക്ക് ഇന്ത്യ എത്തിയത്. മാത്രമല്ല, സിന്ധു നദീജല കരാർ റദ്ദാക്കുകയും ചെയ്തത് ഈ യോഗത്തിലാണ്. ഏതായാലും അതിനപ്പുറവും പാകിസ്ഥാന്റെ ഭാഗത്ത് നിന്ന് പ്രകോപനങ്ങൾ തുടരുന്ന സാഹചര്യമാണ് ഉണ്ടാകുന്നത്. മന്ത്രിമാരുടെ ഭാഗത്ത് നിന്ന് പ്രകോപനമുണ്ടാകുന്നു. അതിർത്തിയിൽ നിരന്തരമായി വെടിനിർത്തൽ കരാർ ലംഘിക്കുന്നു. അത്തരത്തിൽ നിരന്തരമായി പാകിസ്ഥാന്റെ ഭാഗത്തു നിന്ന് പ്രകോപനങ്ങൾ തുടരുന്നു. അതുപോലെ തന്നെ പഹൽഗാം ഭീകരാക്രമണത്തിൽ തിരിച്ചടി നൽകണമെന്ന ആവശ്യം വളരെ ശക്തമായി തന്നെ ഉയരുന്നു. ഏതായാലും കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഡൽഹിയിൽ വിപുലമായി വിവിധ തലങ്ങളിലുള്ള യോഗങ്ങൾ നടന്നിരുന്നു. ഇന്നലെ അവസാനം പ്രധാനമന്ത്രി എല്ലാ സൈനിക മേധാവികളുമായി കൂടിക്കാഴ്ച നടത്തി എന്തും ചെയ്യാനുള്ള സ്വാതന്ത്ര്യം അവർക്ക് നൽകുകയും ഒക്കെ ചെയ്തിരുന്നു. അപ്പോൾ അതിന്റെ പശ്ചാത്തലത്തിൽ കൂടിയാണ് ഇന്ന് ഈ നിർണായകമായ യോഗങ്ങൾ നടക്കുന്നത്. സുരക്ഷാ കാര്യങ്ങൾക്കുള്ള സമിതി യോഗത്തിന് ശേഷം ഇപ്പോൾ രാഷ്ട്രീയകാര്യ സമിതി യോഗമാണ് നടക്കുന്നത്. ഏതായാലും ഒരു പക്ഷേ ഈ വ്യാപാര രംഗത്തടക്കം കൂടുതൽ നിയന്ത്രണങ്ങൾ അല്ലെങ്കിൽ കൂടുതൽ പാകിസ്ഥാനെ പ്രതിരോധത്തിലാക്കുന്ന നടപടികളിലേക്ക് പോകുന്ന തീരുമാനമൊക്കെ ഉണ്ടാകുമെന്നാണ് മനസ്സിലാക്കുന്നത്. പ്രത്യേകിച്ച് പാകിസ്ഥാൻ വ്യോമപാതയടക്കം അടച്ച് ഇന്ത്യക്ക് വലിയ രീതിയിലുള്ള പ്രതിസന്ധി സൃഷ്ടിച്ചിട്ടുണ്ട്. അപ്പോൾ ആ ഘട്ടത്തിൽ ഈ സാമ്പത്തിക വ്യാപാര രംഗങ്ങളിൽ കൂടുതൽ പാകിസ്ഥാനെ പ്രതിരോധത്തിലാക്കുന്ന നടപടികളിലേക്ക് കടക്കുന്നതടക്കം ഇപ്പോൾ പരിഗണനയിലുണ്ട് എന്നാണ് അറിയാൻ കഴിയുന്നത്. ഏതായാലും ആ യോഗം ഇപ്പോഴും ഡൽഹിയിൽ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. അതിനുശേഷം ഇനി ചേരാനിരിക്കുന്ന ഏറ്റവും സുപ്രധാന യോഗം വൈകുന്നേരം കേന്ദ്ര മന്ത്രിസഭയുടെ പൂർണ്ണ യോഗമാണ്, ക്യാബിനറ്റ് യോഗമാണ്. ആ യോഗത്തിലും നിലവിലെ സാഹചര്യം അടക്കം ചർച്ചയാകും. അതിലും തീരുമാനങ്ങൾ ഉണ്ടാകും. ഏതായാലും തിരിച്ചടിക്കാനുള്ള എല്ലാ സ്വാതന്ത്ര്യവും സൈന്യത്തിന് നൽകിയിട്ടുണ്ട്. ഏതായാലും ഇനി എന്ത് പാകിസ്ഥാനെതിരെ ഇന്ത്യ സ്വീകരിക്കുന്ന നടപടി എന്നുള്ളതാണ് കാത്തിരുന്ന് കാണേണ്ടത്. ഏതായാലും നിയന്ത്രണങ്ങൾ, നടപടികൾ, പ്രതിരോധത്തിലാക്കുന്ന കൂടുതൽ നടപടികളൊക്കെ ഉണ്ടാകുമെന്ന് തന്നെയാണ് ഇപ്പോൾ മനസ്സിലാക്കുന്നത്. ഏതായാലും യോഗം ഇപ്പോഴും ഡൽഹിയിൽ തുടർന്നുകൊണ്ടിരിക്കുകയാണ്.